ആഘോഷങ്ങൾ എന്തിനാ? മനുഷ്യരെ നന്നാക്കാനാണോ? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്. ക്ഷേത്ര ഉത്സവം കൊണ്ടുള്ള ഒരു ഗുണം നിങ്ങൾ പറയും, ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയും, പൈസ ഉണ്ടാവും. അല്ല ഞാൻ ചോദിച്ചു, സമൂഹത്തിന് എന്ത് കിട്ടുന്നു? ഒരു മുസ്ലിം നേർച്ച സ്ഥലത്ത് നേർച്ച ഉണ്ടായാൽ എന്ത് പുരോഗതിയുള്ളത്? സാംസ്കാരികമായി പുരോഗതി ഇല്ലാന്ന് മാത്രമല്ല, അധോഗതിയുള്ളൂ. ഞാൻ തെളിച്ചൊന്ന് പറഞ്ഞോട്ടെ എല്ലാവരോടും. ക്ഷേത്ര ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, അതുപോലെ തന്നെ ഈ ഉറൂസുകൾ നടക്കുന്നിടത്ത് കഞ്ചാവ് ഏറ്റവും കൂടുതൽ വിൽക്കും, മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ വിൽക്കും, ആണും പെണ്ണും ഇടകലരും അന്നായിരിക്കും ഏറ്റവും കൂടുതൽ. അത് ഞാൻ സത്യസന്ധമായി പറയാൻ. നിങ്ങളൊരു ക്ഷേത്ര ഉത്സവം നടക്കുന്നതിന്റെ തലേ ദിവസം ആ നാട്ടിലെ ബ്രാൻഡി ഷോപ്പിലെ കള്ള് 15 ലക്ഷത്തിനാണ് വിറ്റെങ്കിൽ ക്ഷേത്ര ഉത്സവ ദിവസം 18, 20, 28 ലക്ഷത്തിനാണ്. അതിന്റെ അർത്ഥം എന്താ? ക്ഷേത്ര ഉത്സവം കൊണ്ട് അധർമ്മം വർദ്ധിച്ചു, പള്ളി പെരുന്നാൾ കൊണ്ട് അധർമ്മം വർദ്ധിച്ചു, പട്ടാമ്പി നേർച്ച കൊണ്ട് കള്ളുകുടി കൂടി. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇത് മതമാണോ? ഇത് മതമാണോ? ഒരു ക്ഷേത്രത്തിൽ ഉത്സവം കഴിയുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളിൽ വ്യഭിചാരത്തിൽ നിന്ന് വിട്ട്, കള്ളുകുടിയിൽ നിന്ന് വിട്ട്, പുകവലിയിൽ നിന്ന് വിട്ട്, നിങ്ങളൊക്കെ ഏറ്റവും യുവാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് സംഗീതം. പങ്കജുദാസിന്റെ ഗസല്, മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങള്, യേശുദാസിന്റെ, SP ബാലസുബ്രഹ്മണ്യന്റെ, ഇങ്ങനെ തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കണം, ഏതെങ്കിലും ഒരു അച്ഛൻ ഒരു വീട്ടിലേക്ക് കയറിച്ചു ആ പറയണം, സുബേറെ ഇരിക്ക്, ഇതിന്റെ മോൻ സുധീഷ്, ഇവനെ നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു, കള്ളു കുടിച്ച്, കഞ്ചാവടിച്ച്, പെണ്ണ് പിടിച്ച്, അച്ഛനമ്മയെ അനുസരിക്കാതെ ജീവിച്ച് ഒരു തെണ്ടി ചെക്കനായിരുന്നു നിന്റെ മോൻ, നിനക്ക് അറിഞ്ഞുകൂടെ? ആ അറിയാം. പിന്നെ എന്റെ ഇപ്പൊ പുതുമ, എന്റെ മോനെ കഴിഞ്ഞ ദിവസം പങ്കജുദാസിന്റെ ഗസൽ കേട്ട് കള്ളുകുടി നിർത്തി. ഇങ്ങനെ ജീവിതത്തിൽ, മാനവ ചരിത്രത്തിൽ ഒരു ഗായകന്റെ ഗാനം കൊണ്ട് നന്നായ ഒരു മനുഷ്യന്റെ കഥ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരൂ. ഞാൻ അന്വേഷിച്ചിട്ട് ആകാശത്തിന്റെ ചുവട്ടിൽ എവിടെയില്ല. യേശുദാസിന്റെ പാട്ട് കേട്ട് വ്യഭിചാരം നിർത്തിയൊരുത്തൻ ഇല്ല. ചിത്രയുടെ ഗാനം കേട്ട് ഇനി ഞാൻ പ്രേമിക്കൂലാൻ തീരുമാനിച്ചൊരു പെണ്ണ് ഇല്ല. ഗാനം കേട്ട് പ്രേമിച്ച് തെണ്ടിത്തിരിഞ്ഞു പോയവരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഞാൻ കാണിച്ചുതരാം. ഗാനധോരണികളിൽ പങ്കെടുത്ത് വ്യഭിചരിച്ചവരെയും ഞാൻ കാണിച്ചുതരാം. ലോകത്തിലെ പോപ്പ് ഗായകന്മാരിൽ സെക്സുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസില്ലാത്ത ഒരുത്തന്റെ പേര് പറയും. ഒറ്റൊരുത്തന്റെ ഇല്ല മാഷ, ഇല്ല, ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു, സംഗീതം വേണ്ട, അത് മനുഷ്യ സംസ്കാരത്തെ പരിപോഷിപ്പിക്കൂല, സിനിമ മനുഷ്യ സംസ്കാരത്തെ പരിപോഷിപ്പിക്കൂല. നാട്ടിൽ എത്ര സിനിമ ഇറങ്ങി, നാട് നന്നായോ? അത് കണ്ടുവന്ന കുട്ടികൾ നന്നായോ? കുടുംബത്തിന് ഉപകരിച്ചോ? ഞാൻ ഇവിടുത്തെ യുവാക്കളോട് മനസ്സ് തട്ടി ചോദിക്കാം, ഈ ടൈറ്റ് ജീൻസും ഇത്തരമുള്ള ടീഷർട്ടും ഒക്കെ ഇട്ട് ഇറുക്കി പിടിച്ചിങ്ങനെ പോയല്ലോ, സ്വന്തത്തിന് എന്തെങ്കിലും കിട്ടിയോ മോനെ? കിട്ടിയോ? സ്വന്തത്തിന് ഈ നാടിന് എന്തെങ്കിലും ചെയ്തോ മോനെ? ഈ ചെയ്തോ? മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഞാൻ നിങ്ങളോട് തെളിച്ചു പറയുന്നത് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഒരു ആലയിൽ കെട്ടിയ പശുല്ലേ, ഒരാലയെ കെട്ടിയ പശു, ഞാൻ എന്റെ വീട്ടില് എന്റെ തൊട്ടപ്പുറത്ത് പിന്നെ ശ്രീധരേട്ടന്റെ മക്കള് പാല് കൊണ്ടുവരും. ഞാൻ ചോദിക്കും, മോനെ എത്ര ലിറ്റർ പാല് കിട്ടും? അത് അങ്കിൾ 10 ലിറ്റർ പാല് കിട്ടും. ആലോചിച്ചു മോനെ, 10 ലിറ്റർ പാല് പശു ചുരത്തിയിട്ട് അത് സൊസൈറ്റി കൊടുത്തിട്ട് ആ കുടുംബജീവിതം. എന്നാൽ ആ അച്ഛന്റെ അമ്മയുടെയും മകനോ കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും സിനിമ കണ്ടും തെണ്ടിത്തിരിഞ്ഞും ആ അമ്മ പറഞ്ഞിട്ടുണ്ടോ, ജന്തു ഒരു ടിപ്പർ ലോറിക്ക് പോലും നീ വിധേയമാകുന്നില്ലല്ലോ, നിന്റെ സ്ഥാനത്ത് 18-ാം വട്ട തെങ്ങ് വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഒരു പശുവിന്റെ ഉപകാരം പോലും മനുഷ്യനില്ലാന്ന് നിങ്ങളൊന്ന് ആലോചിക്കുന്നത്. ഒരു മനുഷ്യകുലമാണ്. ഇവിടെ എങ്ങോട്ട് പോകുന്നു? ആർക്കും അവരെ കുറിച്ച് ചിന്തിക്കാനില്ല. ഞാൻ ഒന്നും കൂടി തെളിച്ചു പറഞ്ഞോട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മദ്യപാനികൾക്കെതിരെ പ്രസംഗിക്കാൻ മദ്യപാനികളുടെ നടുവ് പോയി. അപ്പൊ അതിലൊരാളുടെ അനുഭവം പറയാണ്, എന്നെ ഒരു സ്ഥാപനത്തിന്റെ പാറാവുകാരനാക്കി, സെക്യൂരിറ്റി. ഞാൻ അധിക ദിവസവും കള്ളു കുടിച്ചിട്ട് എന്റെ ഉത്തരവാദിത്വം, എന്നിട്ട് ആ കടയിൽ കൊള്ള നടന്നു, പലതും നടന്നു. പിന്നെ അയാൾ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അയാൾ ഞങ്ങളുടെ ക്ലാസ് കിട്ടി നന്നായി. ഇപ്പൊ അദ്ദേഹം കള്ളുകുടിയന്മാരെ ഉപദേശിക്കുന്ന ഉപദേശ സമിതിയിലെ മെമ്പറാണ്. നിങ്ങൾ എന്റെ കൂടെ വന്നാൽ കാണാം. ഞാൻ അവിടെ വെച്ച് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ ആ മദ്യപാനികളോട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പട്ടിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. പന്നിനെ കണ്ടിട്ടുണ്ടോ? കണ്ട്. കാട്ടായി അടിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന ഒരു പന്നിനെ എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ഒന്നുകൂടി ചോദിച്ചു, ഏതെങ്കിലും ഒരു പന്നിന്റെ കരള് ആൽക്കഹോൾ ചെന്നിട്ട് അരിഞ്ഞു തീർന്നു പോയിട്ടുണ്ടോ? ചില ആളുകളുടെ കരളും കിഡ്നിയും തെരഞ്ഞു നോക്കുമ്പോ കാണാനില്ല, പഴഞ്ചൂസ് അടിച്ച മാതിരി. ഇതെല്ലാം കൂടി നോക്കിയിട്ട് മനസ്സിലായി നിങ്ങൾക്ക്? ഞാനത് ചോദിച്ചു, ഏതെങ്കിലും ഒരു പന്നിയുടെയോ നായയുടെ കരൾ അരിഞ്ഞു പോയിട്ടുണ്ടോ? അത് മനസ്സിലാക്കിയപ്പോ അവർക്ക് എന്ത് മനസ്സിലായിന്നറിയോ? ആ ഇക്കാക്ക പിന്നെ വിശദീകരണത്തിൽ പറഞ്ഞ വാചകം എന്താ അറിയോ? പന്നിനേക്കാളും പട്ടിനേക്കാളും മോശമാണ് ഞാൻ സ്വയം ഉൾക്കൊണ്ടപ്പോ എന്നെ ജീവിതത്തിൽ കുടിക്കൂല. അത് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരോടും കുടിയന്മാരോടും ഞാൻ പറയാണ്. അതുകൊണ്ട് നിർത്തിക്കളാം. രാജ്യസേവനം ചെയ്യേണ്ട കൈകളായത്, പാവപ്പെട്ടവരെ താങ്ങേണ്ട കൈകളായത്,
മദ്യപിച്ചും വ്യഭിചരിച്ചും മൂടുവഴികളിൽ വീണ് മലർന്നടിഞ്ഞ് ഒരു 2 വീലറിനോ ടിപ്പർ ലോറിക്കോ ഇരയായി മരിച്ചു പോകേണ്ട യൗവനമല്ല മനുഷ്യരെ നിങ്ങളുടേത്. നിങ്ങളുടെ യൗവനത്തെ കുറിച്ച് നാളെ പ്രപഞ്ചനാഥൻ ചോദിക്കും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജീവിതം ഏറ്റവും നല്ല സുഹൃതങ്ങൾ ചെയ്യാനാ എന്ന് ഖുർആൻ 60-ാം അധ്യായം 2-ാമത്തെ വാചകം. ഞാനിവിടെ അവസാനിപ്പിക്കാം. ഈ നാട്ടിലെ നല്ലവരായ എല്ലാ നാട്ടുകാരും ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിനും ഈ സമ്മേളനത്തോട് നിങ്ങൾ ഏറ്റവും നന്നായി പ്രതികരിച്ചതിനും ഈ സമ്മേളനത്തിൽ നമ്മൾ ക്ഷണിച്ച എല്ലാവരും വന്നു ചേരുകയും ഈ സമ്മേളനത്തെ പ്രൗഢമാക്കുകയും ചെയ്ത എല്ലാവർക്കും സംഘടനയ്ക്ക് വേണ്ടി, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഗൈതവമായ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും നമ്മൾ ഒറ്റക്കെട്ടാണെന്നും ഏത് മതത്തിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നും നമ്മുടെ മനസ്സിലെ കുടിലകൾ ഇല്ലാതാക്കണമെന്നും ജീവിതത്തെ പ്രൗഢമായി ആലോചിക്കണമെന്നും എല്ലാവരും